മലയാള സിനിമയില് ഏറ്റവും കൂടുതൽ ഈ ബ്ലാക്ക് ഷർട്ട് ചേരുന്നത് ആർക്കാണെന്ന് അറിയോ? മറ്റാർക്കുമല്ല, നമ്മുടെ മോഹൻലാലിനാണ്. അപ്പൊ മോഹൻലാലിന്റെ അടുത്ത ഒരു പുതിയൊരു പടത്തിന്റെ ഷോന് അദ്ദേഹം ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ട് ഒരു ബ്ലാക്ക് ഒരു കുർത്തയും ഇട്ടിട്ട് ആളൊരു ഇറങ്ങി വന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. സൂപ്പർ ആയിട്ടായിരുന്നു അല്ലെ? നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ഈ ഒടിയന് ശേഷം അദ്ദേഹത്തിന് ആക്ടിങ് പോയി, മുഖം അങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നില്ല, വിവാദം. പക്ഷെ എന്തൊക്കെയായാലും അദ്ദേഹം ബോഡി നന്നായി മെയിൻറ്റെയിൻസ് ചെയ്യുന്നുണ്ട്. മമ്മൂട്ടി പിന്നെ അസുഖമൊക്കെ വന്ന ഈ കഴുത്തിന്റെ അവിടെയും ഇതെല്ലാം ഇതായി ഇപ്പോൾ റിക്കവർ ചെയ്ത് വരുന്നു. ഓക്കെ. പക്ഷെ മോഹൻലാല് ശരിക്കും എന്താ പറയാ, എക്സസൈസും മറ്റേ ഇതെല്ലാം ചെയ്ത് ശരിക്കും ഒരു ഏകദേശം ഒരു 40-45 ഏജ് ഇപ്പൊ അദ്ദേഹത്തിന് തോന്നിക്കുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ആ ബ്ലാക്ക് ഷർട്ടുകള് ഏറ്റവും കൂടുതൽ അദ്ദേഹം ഈ സ്റ്റേജ് പെർഫോമൻസിനൊക്കെ ഏറ്റവും കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഈ ഷർട്ട് എന്ന് പറയുന്നത് ബ്ലാക്ക് ഷർട്ടായിരിക്കും. കാരണം അത് അദ്ദേഹത്തിന് നന്നായി ചേരുന്നുണ്ട്. അത് തന്നെയാണ്. അതായത് വീണ്ടും അദ്ദേഹം ഒരു 10 വർഷം 15 വർഷം നിൽക്കുന്ന ആ ലുക്ക് കണ്ടാൽ തന്നെ അറിയാം. ശരിയല്ലേ? ഈ അടുത്ത കാലത്തുള്ള മോഹൻലാലിന്റെ സിനിമകളില് അല്ലെങ്കിൽ ഈ മറ്റേ ആറാട്ട് പറഞ്ഞ സിനിമയിലെ മൂവി പൊളിഞ്ഞെങ്കിലും ആ പടത്തിലെ അദ്ദേഹത്തിന്റെ ലുക്ക് എന്ന് പറയുന്നത് ഒരു അപാര ലുക്ക് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോ വന്ന ട്രെയിലർ ലോഞ്ചിന്റെ അതില് വൃഷഭാവർണ്ണ പടം പൊളിഞ്ഞു, അതിലെ മേക്കപ്പ് അതുപോലെ തന്നെ ഈ ബബ്ബായിലെ മേക്കപ്പാണ് കുളവാക്കിയത്. റിയലിലെ മോഹൻലാൽ വെക്കുന്ന അതേ ലുക്കിൽ വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കുഴപ്പമില്ല. അത് ഈ മേക്കപ്പ് മാനും മറ്റേ ടീമുകൾക്കും സംവിധായകർക്കും എന്താ മനസ്സിലാകാത്തതെന്ന് അറിയാത്തത്. ആദ്യം സാധാരണ വെക്കുന്ന ആ ലുക്കിലാണ് ബബ്ബായിൽ വന്നു പറഞ്ഞാൽ കുറച്ചെങ്കിലും ബെറ്റർ ആയിരുന്നു. അതിനെ മാറ്റി മറ്റൊരു ഫാൻസി ഡ്രസ്സ് പോലെ ആക്കിയതാണ് പ്രശ്നമായത്. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ബ്ലാക്ക് ഷർട്ട് മലയാള സിനിമയിൽ ചേരുന്ന ഏറ്റവും കൂടുതൽ ചേരുന്നത് മറ്റാരുമല്ല, നമ്മുടെ മോഹൻലാൽ തന്നെയാണ് അല്ലേ? അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാമല്ലേ? അപ്പൊ ഇനി നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി, തിങ്ക് ചെയ്യുന്ന വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ.